നിസ്കാരത്തിന് രണ്ട് ഭാഗമുണ്ട്. ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് പറയണതാണ്, വാചകം അള്ളാൻ്റെതാണെന്ന് അറിയാം. ഖസംതു അസ്സലാത്ത് ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഒരടിമ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹ് പറയണം, എൻ്റെയും അടിമയുടെയും ഇടയിൽ നിസ്കാരത്തെ ഞാൻ രണ്ടാക്കി ഭാഗിക്കുന്നു. പകുതിയാണ് നിസ്കാരം. നിസ്ഫുഹാലി, പകുതി എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കൂലേ, നമ്മൾ നിസ്കരിക്കുമ്പം നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം പകുതിയുള്ളൂ, ബാക്കി പകുതി ആരാണ് ചെയ്യണത്? ആരാ ചെയ്യണത്? അള്ളാഹ്. അപ്പൊ നമുക്ക് എന്താ അള്ളാഹ് ചെയ്യണത്? അള്ളാഹു പറഞ്ഞു തരികയാണ്, വനിസ്ഫുഹാലി അബ്ദി, പകുതിയാണ് എൻ്റെ അടിമക്ക്. വലി അബ്ദി മാ സഅൽ വഇദ് ഖാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാക്കി ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ അടിമ നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എൻ്റെ അടിമ പറയുക. അപ്പോൾ ഖാലല്ലാഹ്, അള്ളയായ ഞാൻ പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹ് പറയുന്നുണ്ട് ഓരോ നിസ്കാരത്തിലും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബി, അപ്പോൾ ശരിക്കും എത്ര ഉണ്ട്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആരതാണ്? നമ്മളത്. ബാക്കി ആര് പറയണം? അള്ളാഹ്. അള്ളാഹ് എന്ത് പറയണം? ഹമിദനി അബ്ദി. അടുത്ത വാചകം എന്താ അറിയും? അർറഹ്മാനു റഹീം എന്ന് നമ്മൾ പറയുന്നു. ഖാലല്ലാഹ്, അപ്പം അള്ളാഹ് പറയുന്നു, അസന അലയ്യ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ പ്രശംസിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും. മാലിക് യൗമിദ്ദീൻ, അല്ലാഹ് മജ്ജദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ ഉത്കൃഷ്ടനാക്കിയിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. ഓരോന്നും അള്ളാഹിനോട് നമ്മൾ ഇയ്യാക നഅ്ബുദുവായി ആദ്യമായി ഇതാ എൻ്റെ അടിമ എന്നോട് ഇതാ കരാർ പറയുന്നു. അതുകൊണ്ടാണ് അവസാനം വലല്ലാലീൻ ആമീൻ. ആമീൻ എന്നതിന്റെ അർത്ഥം എന്താണ്? സ്തജിബിയ അല്ലാഹ്, അള്ളാഹു എൻ്റെ ഈ പ്രാർത്ഥന നീ കേട്ട് ഉത്തരം നൽകണമേ. അതുവരെ നമ്മളപ്പോൾ അല്ലാഹ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് വരെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ ആലോചിച്ചോ കേട്ടോ, ഇങ്ങനെ കൈകിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം അല്ലാഹു ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖുശൂ ഉണ്ടാവും, ഭക്തി ഉണ്ടാവും, പടച്ചോൻ്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന ബോധം ഉണ്ടാവും, നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആരാധന സമർപ്പിക്കുകയാണ് എന്ന സൂക്ഷ്മത ഉണ്ടാവും. ആ സൂക്ഷ്മതക്കാണ് ഇസ്ലാമിൽ പുണ്യം എന്ന് പറയുന്നത്. ആ സൂക്ഷ്മതക്ക് ഓരോ രണ്ട് അത്തഹിയാത്തിൻ്റെ ഇടയ്ക്കില്ല, അല്ല നമ്മൾ ഓരോ സുജൂദ് ഇരുത്തത്തിൻ്റെ സമയത്തുള്ള പ്രാർത്ഥന മാത്രം അർത്ഥം പഠിച്ചുകൊണ്ടി, ഇരുത്തത്തിനിടക്കുള്ള പ്രാർത്ഥന മാത്രം. അല്ലാഹുവേ പടച്ചോനോട് നമ്മൾ ദുനിയാവിൽ 1 മണിക്കൂർ ഇരുന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കണം മുഴുവൻ കാര്യവും. ആ സുജൂദുകൾ, നമ്മൾ ആ സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിലില്ലേ ചോദിക്കുന്ന പ്രാർത്ഥനയിലുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, ആത്മാർത്ഥമായി നിസ്കരിക്കണം. നിസ്കാരത്തിന് സമയം, നിസ്കാരത്തിൻ്റെ രൂപം, നിസ്കാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭക്തി, അള്ളാഹുവിനോട് ഞാൻ മുനാജാത്ത് നടത്തുകയാണ്. ആ അള്ളാഹുവിന് ഞാൻ എൻ്റെ നാട്ടിലൊരു മുഖ്യമന്ത്രി വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലൊരു നിവേദനം കൊടുക്കുമ്പോൾ ഞാൻ കോട്ട വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറേ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞാണെങ്കിൽ ഇന്നെ അവിടുന്ന് ആട്ടിയാണ് വിടും. മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ റഹ്മാനായ നാഥൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അപേക്ഷ സമർപ്പിക്കാൻ, അള്ളാഹുവേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ. ഈ നാട്ടിൽ അന്ധവിശ്വാസം, തോന്നിയാസം, ബിദ്അത്ത്, ഖുറാഫാത്ത്, ശിർക്ക്, കുഫ്ർ ഒക്കെ ഉണ്ട് നാഥ, ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ പാതയിൽ നയിക്കണമേ എന്ന നിവേദനം കൊടുക്കാൻ ഭക്തി ഉണ്ടാകണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നാഥ ഞങ്ങളെ പേരിൽ മുസ്ലിമാക്കി എന്നാൽ വിശ്വാസത്തിൽ ഇസ്ലാമിൽ നിന്ന് കടകവിരുദ്ധമായി ജീവിക്കണം ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരിൽ നാഥ ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഞങ്ങൾ പലരും പോവുകയാണ്, പേര് മാത്രമാക്കിയിട്ട് പല തോന്നിയാസക്കും പോവുകയാണ്. നാഥ അതിലൊന്നും ഞങ്ങളെ പെടുത്തല്ലേ നാഥ എന്ന് അള്ളാഹിനോട് നമ്മൾ അപേക്ഷിക്കുമ്പം ആ ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസ് കൂടി ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നമ്മളുടെ മനസ്സ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിസ്കരിച്ച് വരുന്ന ആൾക്കാരെങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ ചൂണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതാ അവരിൽ ഇന്ന റജുൽ, ഒരു മനുഷ്യൻ, ലയൻസരിഫ വമാ കുതിബ ലഹു,
ഒരാൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം അള്ളാഹു അവനെ എഴുതി വെക്കും ഇല്ല അഷറു സ്വലാത്തി 10ൽ 10 കൂലി ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 9 കൂലിയായിരിക്കും ഉണ്ടാകുക. സുമുനുഹ ചിലർക്ക് 8 കൂലിയേ കിട്ടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എണ്ണ ലാസ്റ്റ് സിഫുറുഹ. ചില ആൾക്കാർക്ക് കൂലി തന്നെ ഉണ്ടാവില്ല, കാരണം ഭക്തി അവർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വാക്ക് അവസാനിപ്പിക്കുന്നു. നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആരാധനയിൽ, നിസ്കാരത്തിൽ ഭക്തിയോടെ, ഖുശൂഓടെ, അള്ളാഹിനോടുള്ള സംഭാഷണമാണ് എന്ന ബോധ്യത്തോടെ നമ്മൾ പടച്ചോനോട് അടുക്കുക. നിസ്കാരിക്കുന്ന വീട്ടിലത്തെ സുന്നത്ത് നിസ്കരിക്കുന്ന സ്ഥലങ്ങളും പള്ളിയുടെ സ്ഥലങ്ങളും വൃത്തിയാക്കുക. നമ്മുടെ നാട്ടിലത്തെ പള്ളി, ഞാൻ സാന്ദർഭികമായിട്ട് ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലത്തെ പള്ളി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഭംഗി, ഇത് പള്ളിൻ്റെ അകത്തുള്ള സുഗന്ധവും പള്ളിൻ്റെ അകത്തുള്ള വൃത്തുഹൂറത്തുമില്ലേ, അത് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുക എന്നുള്ളത് ആരും ഇനി പറയാൻ നിൽക്കൊന്നും വേണ്ട. നമ്മളവിടെ സംഗതി കണ്ട് കമ്മിറ്റിക്കാർ വെറ്റേന്ന് പറഞ്ഞ് നിൽക്കണ്ട, നമുക്കതിന് കൂലിയാണ്. അർച്ചൻ്റെ തണൽ കിട്ടുന്ന 7 ആൾക്കാരിൽ ഒരാളാരാ? ഖൽബുഹു മുഅല്ലഖത്തും ബിൽ മസാജിദ്, ഹൃദയം പള്ളിയിൽ കൊളുത്തിയിട്ടവർ. അത് പള്ളി കമ്മിറ്റിക്കാർ എന്നല്ല, നമുക്കൊക്കെ അതിൻ്റെ കൂലിയാക്കാം. നമുക്ക് പള്ളിയിൽ വേണമെങ്കിൽ സുഗന്ധം വീട്ടിൽ കൊണ്ടുവന്നുണ്ട്, അല്ലെങ്കിൽ മകനുണ്ട്, ഒന്ന് കത്തിച്ചു നോക്കി, ഒരു പറ്റുമെങ്കിൽ കത്തിച്ചാൽ മതി. പക്ഷേ എന്നാലും അതിൻ്റെ സുഗന്ധം, അത് ഈ നിസ്കാരത്തിൻ്റെ ഖുശൂഇനെ ബാധിക്കുന്ന സാധനമാണ്. ടൈലൊക്കെ കേടായി കിടക്കുകയാണ്. അപ്പോൾ നിസ്കരിക്കാൻ ആൾക്കാർക്ക് മോശത്തരം. ഓക്കെ, ഞാനൊരു 25,000 ഇൻ്റെയൊക്കെ ഉണ്ട്, 25,000 പേര് അതൊന്ന് ശരിയാക്കുമോ? സോളെ നമുക്ക് അവിടെ നിസ്കരിക്കാൻ വേണ്ടി മുഴുവൻ കൂലിയാണ്. സഹോദരിമാരെ, സാധാരണ ചെറിയ പായയാണ്, അവർക്ക് ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇനി ഒരു പിസ്കന്മാരായിക്കോട്ടെ, ആയിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ ഒരു 50,000 60,000 1 ലക്ഷം റുപ്യയൊക്കെ നല്ല കാർപ്പറ്റ് ആകുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ മനുഷ്യന്മാർക്കും വൃത്തിയിലും ഭക്തിയിലും നിസ്കരിക്കണിൻ്റെ കൂലിയൊക്കെ നമുക്ക് കിട്ടും. എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാവരുടെയും ഭക്തി നിസ്കാരത്തിന് നമ്മൾ കാരണമായാൽ അവരുടെ മുഴുവൻ കൂലിയും നമുക്ക് കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാന്ന് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരമടക്കമുള്ള ഓരോ ആരാധനാകർമ്മങ്ങളും ഭക്തിയോടെ, സൂക്ഷ്മതയോടെ, പ്രതിഫലാർഹമായ ഇബാദത്തായി നിർവഹിക്കാൻ നാഥാന്ന് ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, പോരായ്മകൾ മനുഷ്യരായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് റഹ്മാനായ നാഥ. അതെല്ലാം പരിഹരിച്ച് നല്ല ഭക്തരായി ജീവിക്കുവാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇങ്ങനൊരു പ്രോഗ്രാമിന് വേണ്ടി അധ്വാനിച്ചവർ, പണം ചെലവഴിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, ഇതിനു വേണ്ടി സന്നിഹിതരായവർ നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹി ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.